മീനാക്ഷിയും ഗുഞ്ചനും കൂട്ടുകാരികളും അയൽക്കാരുമായിരുന്നു. അവര് തമ്മില് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അവരുടെ വീട്ടിന്റെ മുൻപിന്ന് ഒരുപാട് ഉന്തുവണ്ടിക്കാര് പോകുമായിരുന്നു. മീനാക്ഷി എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഗുഞ്ചനെ എപ്പോഴും വിളിക്കുമായിരുന്നു. ഗുഞ്ചൻ, അതെ ഗുഞ്ചൻ, പച്ചക്കറി വിൽക്കുന്ന ആളെത്തി. കോളിഫ്ലവറിന് 10 രൂപയുള്ളൂ വില. നീയും വാങ്ങിച്ചോ, പിന്നീട് വിളിച്ചില്ലെന്ന് പറയരുത്. ഇതുപോലെ ഗുഞ്ചനും എന്തെങ്കിലും വാങ്ങിക്കുമ്പം മീനാക്ഷിയെ തീർച്ചയായിട്ടും വിളിക്കും. ഒരു ദിവസം ഉച്ചയ്ക്ക് മട്ടർ വിൽക്കുന്ന ആള് വന്നായിരുന്നു. മട്ടർ വാങ്ങിച്ചോളൂ, മട്ടർ നല്ല മട്ടറാണ്, വില കുറഞ്ഞതും മട്ടർ മേടിച്ചോളൂ. മീനാക്ഷി അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് മട്ടർ നോക്കാൻ തുടങ്ങി. ചേച്ചി നല്ല മട്ടറാണ്, വാങ്ങിച്ചോളൂ. ഇന്നലെയാണ് പാടാത്തോന്ന് വാങ്ങിച്ചോണ്ട് വന്നത്. എന്നാ ശരി, 1 കിലോ തന്നേര്. എന്നും ചെയ്യുന്നത് പോലെ മീനാക്ഷി പച്ചക്കറി മേടിക്കാൻ ഗുഞ്ചനെ വിളിച്ചു. ഗുഞ്ചൻ, അതെ ഗുഞ്ചൻ, മട്ടർ വിൽക്കുന്ന ആളെത്തി. നല്ല ഒന്നാന്തരം മട്ടറാ, വേണമെന്നുണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോ. യാദർശികമായി അതേ നേരത്ത് തന്നെ ഗുഞ്ചൻ കമ്പിളി പൊതച്ച് നല്ല ഉറക്കത്തിലായിരുന്നു. മീനാക്ഷി അവിടെ നിന്ന് കുറെ നേരം ഗുഞ്ചനെ വിളിച്ചു. പക്ഷെ ഗുഞ്ചൻ പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് മീനാക്ഷി അവർക്ക് വേണ്ടി മട്ടർ വാങ്ങി. എന്നിട്ട് മട്ടർ വിൽക്കുന്ന ആള് പോയി. വൈകുന്നേരം മീനാക്ഷി ആഹാരം ഉണ്ടാക്കാൻ മട്ടർ പൊളിക്കാൻ ഇരുന്നപ്പോ അവൾക്ക് കണ്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മട്ടറിനകത്തുള്ള പട്ടാണി സ്വർണ്ണ നിറത്തിലെയായിരുന്നു. ആ സമയത്താണ് മീനാക്ഷിയുടെ ഭർത്താവ് ശുഭം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയത്. ശുഭംന് സ്വാർത്ഥതയും അത്യാഗ്രഹവും ഉള്ള മനുഷ്യനായിരുന്നു. മട്ടറിനകത്തുള്ള സ്വർണ്ണ പട്ടാണി കണ്ടപ്പം അയാൾ ഒരുപാട് സന്തോഷിച്ചു. ഇത് കൊള്ളാമല്ലോ, നമ്മള് പണക്കാരാവും. നീ എന്തിനാ 1 കിലോ മട്ടർ മാത്രം മേടിച്ചത്? 10-20 കിലോ മേടിച്ചായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എനിക്കറിയാമായിരുന്നു മട്ടറിനകത്ത് സ്വർണ്ണ നിറത്തിലെ പട്ടാണി ഉണ്ടെന്ന്. ഇത് മുൻപേ അറിയായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ മേടിച്ചേനെ. മീനാക്ഷിയുടെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പില് അയാള് വലിയ പണക്കാരനായെന്നുള്ള കാര്യം കൊട്ടിഘോഷിച്ചു. മീനാക്ഷി മേടിച്ച മട്ടറിനകത്ത് സ്വർണ്ണ നിറത്തിലെ പട്ടാണി ഉണ്ടെന്ന് ഗുഞ്ചൻ അറിഞ്ഞപ്പോ തന്നെ അവള് പെട്ടെന്ന് മീനാക്ഷിയുടെ വീട്ടില് ഓടിയെത്തി. ഇതെന്താ മീനാക്ഷി, നീ ഒറ്റയ്ക്കാണോ മട്ടർ എല്ലാം മേടിച്ചത്? ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോ നിന്നെ ഉറപ്പായിട്ട് വിളിക്കാറില്ലേ? ഞാൻ നിന്നെ കുറെ നേരം വിളിച്ചതാ, പക്ഷെ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഇല്ല. നീ നല്ല ഉറക്കമായിരുന്നായിരിക്കാം. ആ പറഞ്ഞ ശരിയാണല്ലോ, മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു. വേണമെന്ന് വെച്ചാണ് നീ എന്നെ വിളിക്കാതിരുന്നെന്നാ എനിക്ക് തോന്നിയേ. നീ എന്നോട് ക്ഷമിക്കണം. ആ മട്ടർ വിൽക്കുന്ന ആള് പിന്നെയും വന്നാ ഞാൻ തീർച്ചയായിട്ടും അയാളുടെ കയ്യിൽ നിന്ന് മട്ടർ വാങ്ങും. ഗുഞ്ചൻ തിരിച്ചു വീട്ടിലെത്തിയപ്പം ഗുഞ്ചന്റെ ഭർത്താവ് അവളോട് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ നിനക്ക് നിന്റെ മീനാക്ഷിയുടെ തനി സ്വരൂപം? അവള് വളരെ നല്ലതാണെന്നാണല്ലോ നീ പറയുന്നത്. ഇപ്പൊ കണ്ടില്ലേ, സ്വർണമുള്ള മട്ടറും മേടിച്ച് അവള് മിണ്ടാതെ വീട്ടിയിരിക്കുന്നത്. നമ്മള് ശരിക്കും തെറ്റിദ്ധരിച്ചതാ. മീനാക്ഷി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് മീനാക്ഷി എന്നെ വിളിച്ചത് ഞാൻ കേട്ടില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. അവള് നുണയാ പറയുന്നത്. അവള് നിന്നെ വിളിക്കാതിരുന്നതിന്റെ കാരണം അവളോടൊപ്പം നമ്മളും പണക്കാരാകാൻ പാടില്ലെന്ന് അവള് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. ഇവിടെ മീനാക്ഷിയുടെ ഭർത്താവ് ശുഭം ജോലിയെല്ലാം വിട്ട് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടില് സ്വർണ്ണ പട്ടാണിയെ കാവലിരിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി അയാളോട് പറഞ്ഞു, അല്ല, ഞാൻ പറഞ്ഞത് 1/2 കിലോ മട്ടർ ഗുഞ്ചന് കൊടുത്താലോ? നമ്മളോടൊപ്പം അവർക്കും നല്ല സൗഭാഗ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അതിന് തെറ്റൊന്നുമില്ലല്ലോ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? 1/2 കിലോ സ്വർണമുള്ള മട്ടർ ഗുഞ്ചന്റെ വീട്ടിൽ കൊടുക്കണമെന്നോ? സ്വർണമുള്ള ഈ മട്ടർ വിശ്വസിച്ചാണ് ഞാൻ ഇനിയുള്ള ജീവിതം ജീവിക്കാൻ പോകുന്നത്. ഇനി ഇതിന്ന് പകുതി നീ ഗുഞ്ചന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ പകുതി ജീവിതം ജോലി എടുക്കേണ്ടി വരും. അതുകൊണ്ട് 1/2 കിലോ മട്ടർ ഗുഞ്ചന് കൊടുക്കുന്ന കാര്യം നീ അങ്ങ് മറന്നേര്. ഒരു ദിവസം ആ തെരുവില് മട്ടർ വിൽക്കാൻ വേറൊരാൾ അവിടെ എത്തി. ഈ പ്രാവശ്യം ഗുഞ്ചന്റെ ഭർത്താവ് അയാളെ പിടിച്ചു. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള മട്ടർ മുഴുവനും വാങ്ങി. മട്ടർ എല്ലാം കൂടെ ഏകദേശം 50 കിലോ ഉണ്ട്. ഗുഞ്ചനും അവളുടെ ഭർത്താവും മട്ടർ പൊളിക്കാൻ തുടങ്ങി. പക്ഷെ മട്ടറിൽ ഒന്നിനു പോലും സ്വർണ്ണ പട്ടാണി ഇല്ല. 50 കിലോ മട്ടറും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പാവം ഗുഞ്ചന് മനസ്സിലായില്ല. അതുകൊണ്ട് അത് അവിടെ കിടന്ന് ചീത്തയാകാൻ തുടങ്ങി. അതെ, ഞാൻ ഇതിന്ന് കുറച്ച് മട്ടർ മീനാക്ഷിക്ക് കൊടുത്താലോ? ഇവിടെ ഇരുന്ന് അത് ചീത്തയാവുന്നില്ലേ? ഗുഞ്ചൻ ഒരു സഞ്ചിക്കകത്ത് കുറച്ച് മട്ടർ ഇട്ടു. എന്നിട്ട് അത് മീനാക്ഷിക്ക് കൊടുത്തു. ഗുഞ്ചന്റെ ഈ പെരുമാറ്റം കണ്ട് മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മീനാക്ഷി അന്ന് തീരുമാനിച്ചു, എന്ത് ചെയ്തിട്ടാണെങ്കിലും കയ്യിലുള്ള സ്വർണ്ണ പട്ടാലിന്ന് കുറച്ച് ഗുഞ്ചന് കൊടുത്തേ പറ്റൂ.
മീനാക്ഷി ചന്തയിൽ പോയിട്ട് സ്വർണ്ണ നിറത്തിലെയും പച്ച നിറത്തിലെയും പെയിന്റ് വാങ്ങിയിട്ട് വന്നു. അവര് പകുതി പട്ടാണിയില് സ്വർണ്ണ നിറത്തെ പെയിന്റ് അടിച്ചു. ഒരു ദിവസം രാവിലെ അവരുടെ ഭർത്താവ് ടോയ്ലറ്റിലുള്ളപ്പം മീനാക്ഷി പെട്ടെന്ന് 1/2 കിലോ സ്വർണ്ണ പട്ടാണി അതിനകത്ത് എടുത്ത് അതിന് പകരം അവര് സ്വർണ്ണ പെയിന്റ് അടിച്ച പച്ച പട്ടാണി അവിടെ വെച്ചു. ഉച്ചനേരത്ത് അവരവരുടെ ഭർത്താവിനോട് പറഞ്ഞു, അതെ, ഞാൻ സാധാരണ മട്ടറിന്റെ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടാൻ ലേശം കൂടുതലാണ് ഉണ്ടാക്കിയത്. അതിന്ന് കുറച്ചു കൂട്ടാൻ എനിക്ക് ഗുഞ്ചന് കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. ശുഭം പാത്രത്തിൽ നോക്കിയപ്പം അയാൾക്ക് അതിനകത്ത് പച്ച മട്ടറാണ് കാണാൻ കഴിഞ്ഞ്. കാരണം മീനാക്ഷി സ്വർണ്ണ മട്ടറയില് പച്ച നിറത്തിലെ പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ മീനാക്ഷി അവരുടെ സാമർഥ്യം ഉപയോഗിച്ച് 1/2 കിലോ സ്വർണ്ണ മട്ടർ ഗുഞ്ചന്റെ വീട്ടിലെത്തിച്ചു. ഗുഞ്ചനും മീനാക്ഷിയും പഴയതുപോലെ സുഹൃത്തുക്കളായി മാറി. മീനാക്ഷി, നീ ഒരു കാര്യം പറഞ്ഞേ. നിന്റെ വീട്ടിലുള്ള പാതി മട്ടർ സ്വർണമല്ല, സാധാരണ മട്ടറാന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞാ പിന്നെ? അല്ല, നീ അയാളോട് എന്ത് പറയും? ഞാൻ പറയും, എനിക്കെന്തറിയാം. ഇനിയിപ്പോ ആ മട്ടർ വിറ്റ ആള് കയ്യിലുള്ള പച്ച മട്ടറില് സ്വർണ്ണ പെയിന്റ് അടിച്ച് നമ്മളെ പറ്റിച്ചതാണെങ്കിലോ? ഉത്തർപ്രദേശിൽ പടിഞ്ഞാറ് ഫത്തേഗഞ്ച് എന്ന പേരുള്ള സ്ഥലമുണ്ടായിരുന്നു. ഇവിടെ സൂരജ് അയാളുടെ കുടുംബവുമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. സൂരജിന് തണ്ണിമത്തൻ കൃഷിയായിരുന്നു. അയാൾക്ക് 2 പെൺകുട്ടികളാണ്, ജ്യോതി, മാലു. അച്ഛ, മാളു അരി വേവിക്കാതെ അതിനെ പച്ചയ്ക്ക് തിന്നു. അച്ഛ, ഇവൾ എന്റെ ടൂത്ത് ബ്രഷ് എടുത്ത് അവളുടെ വായിക്കകത്തിട്ട് അതിനെ ചീത്തയാക്കി. അതുകൊണ്ട് ഞാൻ ഇന്ന് പല്ല് തേച്ചിട്ടില്ല. എനിക്കൊരു പുതിയ ബ്രഷ് വേണം. മാലുമോളെ, നീ നിന്റെ ബ്രഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ജ്യോതി നിന്റെ സഹോദരിയല്ലേ? അവള് നിന്റെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? ഈ വർഷം തണ്ണിമത്തങ്ങയുടെ കൃഷി വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വർഷം ചെലവെല്ലാം ശരിക്കും ചുരുക്കണം. നാളെ ഞാൻ തണ്ണിമത്തൻ വിൽക്കാൻ ചന്തയിൽ പോവാണ്. ഈ പ്രാവശ്യം എത്ര പണം കിട്ടുമെന്ന് നാളെ അറിയും. ചന്ത ഗ്രാമത്തിന് ദൂരെ നഗരത്തിലായിരുന്നു. അവിടുത്തെ കടയുടെ ഉടമസ്ഥൻ ഒരു സാമർത്ഥ്യക്കാരനും പിശുക്കനുമായിരുന്നു. അയാള് കൃഷിക്കാരെ ശരിക്കും പറ്റിക്കുമായിരുന്നു. ഈ വർഷം എനിക്ക് എന്റെ മകളുടെ വിവാഹം നടത്തണം. ചെലവ് ഏകദേശം 10-12 ലക്ഷമായിരിക്കും. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ സീസണിൽ എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയേ പറ്റൂ. ഹരിയ, നീ നിന്റെ ബുദ്ധി ഉപയോഗിക്ക്. എങ്ങനെയാണ് ഞാൻ കൃഷിക്കാരുടെ കയ്യിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് അവരുടെ കൃഷി മേടിക്കാൻ പറ്റുന്നത്? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. പാവപ്പെട്ട കൃഷിക്കാരുടെ പണം കൊടുക്കാതിരുന്നാ മതി. അവര് മറിച്ചൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനാവും. നീ എന്തു പറയുന്നു, ശരിയല്ലേ? പൊന്നു സാറേ, അവർക്ക് കൊടുക്കാനുള്ള പണം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവര് അടുത്ത വർഷം അവരുടെ കൃഷി വിൽക്കാൻ നമ്മുടെ അടുത്ത് വരില്ല. അവര് വേറെ ഏതെങ്കിലും ചന്ത അന്വേഷിച്ചു പോവും. ഇതിനേക്കാൾ നല്ലൊരു പദ്ധതി എന്റെ അടുത്തുണ്ട്. അങ്ങനെ ചെയ്ത ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും പറ്റും, കക്ഷത്തിയിരിക്കുന്ന പോകാനും പോകുന്നില്ല. അടുത്ത ദിവസം സൂരജ് മോത്തിലാലിന്റെ അരിയിലെ തണ്ണിമത്തൻ വിൽക്കാൻ അവിടെ എത്തി. സൂരജ്, നിങ്ങളുടെ പാടത്തുണ്ടാകുന്ന തണ്ണിമത്തങ്ങയ്ക്ക് നല്ല രുചിയാണുള്ളത്. കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് 45,000 പക്ഷെ ഞാൻ നിങ്ങൾക്ക് 50,000 രൂപ തരാം. സൂരജ് ആ പണം അയാളുടെ സഞ്ചിക്കകത്ത് വെച്ചു. എന്നിട്ട് സന്തോഷമായി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. ജ്യോതിക്കും മാലുവിനും വേണ്ടി ഡ്രസ്സിനുള്ള തുണി എനിക്ക് മേടിക്കാൻ പറ്റും. പിന്നെ പുതിയ 2 ടൂത്ത് ബ്രഷും. സൂരജ് അയാളുടെ ചിന്തയില് ശരിക്കും മുഴുകി. പെട്ടെന്ന് 2 കള്ളന്മാര് ബൈക്കേ വന്നിട്ട് സൂരജിന്റെ കയ്യിലുള്ള ബാഗ് തട്ടിയെടുത്തു. കള്ളൻ, കള്ളൻ, ആരെങ്കിലും ഒന്ന് പിടിക്കണേ, എന്റെ ബാഗ് കള്ളൻ. ആ 2 കള്ളന്മാരെ മോത്തിറാം തന്നെയായിരുന്നു അയച്ചത്. ഇങ്ങനെ മോത്തിറാം സാമർഥ്യം കാണിച്ചിട്ട് സൂരജിന്റെ കയ്യിൽ നിന്നും തണ്ണിമത്തൻ ഫ്രീ ആയിട്ട് മേടിച്ചു. പാവം സൂരജ് കരഞ്ഞുകൊണ്ട് മോത്തിലാലിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് നടന്ന കാര്യമെല്ലാം മോത്തിലാലിനോട് പറഞ്ഞു. എന്താ, പണം ആരാണ്ട് തട്ടിയെടുത്തുന്നു? അത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് മുഴുവനും പണം തന്നതാണല്ലോ. എന്റെ പൊന്നു സാറേ, എന്റെ കുട്ടികൾ ഇന്ന് പട്ടിണിയാകും. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ന് സഹായിക്കണം. 2 തണ്ണിമത്തങ്ങ എടുത്ത് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കണം. നിന്റെ കുടുംബത്തിന് ഇന്ന് രാത്രി വരെ കഴിക്കാനുള്ള ആഹാരം നിനക്ക് കിട്ടിയല്ലോ. പാവം സൂരജ് കയ്യില് 2 തണ്ണിമത്തൻ വെച്ചോണ്ട് കരഞ്ഞോണ്ട് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. വഴിയിൽ ഒരു സിദ്ധൻ അയാളുടെ എതിരെ നടന്നു വരുന്നു. മകനെ, എനിക്ക് നല്ല ദാഹം തോന്നുന്നു. നിനക്ക് ഇതിലുള്ള 1 തണ്ണിമത്തങ്ങ എനിക്ക് തരാമോ? സൂരജ് 1 തണ്ണിമത്തൻ ആ സിദ്ധന് കൊടുത്തു. സൂരജിന്റെ കണ്ണിലെ കണ്ണുനീര് കണ്ടപ്പം ആ സിദ്ധന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അദ്ദേഹം സൂരജിനെ അനുഗ്രഹിച്ചു. അടുത്ത വർഷം ഇതേ ദിവസം തന്നെ നിനക്കുള്ള പ്രശ്നങ്ങളെല്ലാം നിനക്ക് മാറിക്കിട്ടും. സൂരജിനും അയാളുടെ മക്കൾക്കും ആ വർഷം വളരെ പ്രയാസമുള്ളതായിരുന്നു. കയ്യില് പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് ചപ്പാത്തിയും ചമ്മന്തിയും മാത്രമേ കഴിച്ചുള്ളൂ. അച്ഛ,
എന്നെ കൊണ്ട് ഈ ആഹാരം ഇനി കഴിക്കാൻ പറ്റില്ല. മോളെ, നമുക്കിനി അടുത്ത വിളവുണ്ടാകുന്നവരെ നീ ഒന്ന് സമാധാനിച്ചേ പറ്റൂ. അവസാനം 1 വർഷം എങ്ങനെങ്കിലും കഴിച്ചുകൂട്ടി. സൂരജിന്റെ പാടത്ത് പുതിയ കൃഷിയുണ്ടായി. ജ്യോതി ഒരു ദിവസം ഒരു തണ്ണിമത്തൻ മുറിച്ചു നോക്കിയപ്പോ അവൾ ഒച്ചയിട്ടു, അച്ഛാ, മാലു, ഓടി വന്നേ. എന്തു പറ്റി? എന്തിനാ യക്ഷിയെ പോലെ ചലിക്കുന്നത്? ഇതിനകത്ത് സ്വർണം കൊണ്ടാക്കിയ ഒരു ബോളുണ്ട്. സൂരജും അയാളുടെ മക്കളും പാടത്ത് നിന്ന് എല്ലാം തണ്ണിമത്തൻ മുറിച്ചു നോക്കി. അതിലെല്ലാത്തിലും സ്വർണ ബോൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് ആ സിദ്ധന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. തണ്ണിമത്തനത്തിനകത്ത് സ്വർണം കിട്ടിയതുകൊണ്ട് സൂരജ് വലിയ പണക്കാരനായി. ഹരിയ ഈ കാര്യമെല്ലാം ചെന്ന് മോത്തിറാമിനോട് പറഞ്ഞു. സാറേ, സൂരജ് ഇപ്പോ നിങ്ങളെക്കാൾ വലിയൊരു പണക്കാരനാണ്. അവരുടെ പാടത്തുണ്ടാകുന്ന തണ്ണിമത്തനത്തിനകത്ത് സ്വർണമുണ്ട്. ഏതോ ഒരു സിദ്ധന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്നാണ് നാട്ടുകാര് പറയുന്നത്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അടുത്ത വർഷം അവന്റെ തണ്ണിമത്തങ്ങ വരുമ്പോ അത് മുറിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് സ്വർണമെല്ലാം എടുത്തേക്കാം. അടുത്ത സീസണില് സൂരജിന്റെ പാടത്ത് തണ്ണിമത്തൻ ഉണ്ടായപ്പോ ഒരു രാത്രി മോത്തിറാം അയാളുടെ പണിക്കാരനോടൊപ്പം പച്ച തണ്ണിമത്തൻ തന്നെ മുറിക്കാൻ എത്തി. അയാളുടെ വേലക്കാരനോടൊപ്പം അതിനകത്തിരുന്ന സ്വർണമെല്ലാം എടുത്തു. എന്നിട്ട് അതിനെ അയാള് തോളത്തിട്ടു. നമ്മള് ഇപ്പൊ വീട്ടിൽ പോകുന്നില്ല. കാരണം സൂരജ് പോലീസിന് വിവരം അറിയിക്കും. പിന്നെ അവര് സ്വർണം നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തും. നദി കടന്നാൽ എന്റെ ഇളയമ്മയുടെ വീടാണ്. നമുക്ക് അങ്ങോട്ട് പോയാ മതി. പക്ഷേ സാറേ, ഇത്രയും ഭാരവുമായിട്ട് നമ്മൾ എങ്ങനെയാ നദി കടക്കാൻ പോകുന്നേ? എടാ, ആ നദിയില് അധികം വെള്ളമൊന്നുമില്ല. നീ എന്തിനാ ഇത്രയ്ക്ക് പേടിക്കുന്നേ? മോത്തിറാമും ഹരിയും കൂടെ ചേർന്ന് ഒരുപാട് ഭാരമുള്ള സ്വർണം ചുമന്ന് ആ നദി കടക്കാൻ അവര് ശ്രമിച്ചു. യാദർശികമായിട്ട് അവര് നദിയില് ഡാമിലെ വെള്ളം തുറന്നുവിട്ടു. നദിയില് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി വന്നു. തോളത്ത് ഭാരം കൂടുതലായതുകൊണ്ട് മോത്തിലാൽ അയാളുടെ വേലക്കാരനും നദിയില് മുങ്ങി ചത്തു. എല്ലാവരും പറയുന്നത് ശരിയാണ്. ന്യായത്തിന്റെ കയ്യിൽ നിന്നാർക്കും രക്ഷപ്പെടാനാവില്ല. സിമ്രാൻഗഡ് എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സമീർ എന്ന് പേരുള്ള ഒരു വ്യക്തി സമൂസ വിറ്റ് തന്റെ ജീവിതം നയിച്ചു വന്നു. ഈ ഷമീറിന്റെ കടയുടെ എതിരിലായിട്ട് സിയോഗ് എന്ന് പേരുള്ള ഒരു വ്യക്തി പാനിപൂരി കടയിട്ടിരുന്നു. പിന്നെന്താണ്, നിന്റെ പാനിപൂരി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പോഴൊക്കെ നിന്റെ കടയിൽ ആരും വരുന്നത് പോലെ തോന്നുന്നില്ലല്ലോ. അതാണെങ്കിൽ എന്റെ കടയിൽ കുറെ പേര് സമോസ കഴിക്കാൻ കുറെ പേര് പഴക്കപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ നോക്ക് സമീർ ചേട്ടാ, നിങ്ങളുടെ കട എന്റെ കടയുടെ മുമ്പിലാണ് ഉള്ളത്. നിങ്ങളുടെ കടയിൽ ആൾക്കാർ വരുന്ന പോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ. അപ്പൊ ജനങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു പക്ഷെ നിങ്ങളുടെ സമോസ കഴിക്കുന്നോണ്ട് അവർക്ക് വയറുവേദന വല്ലത് വരുന്നുണ്ടോ? രണ്ടുപേരും അവരവരുടെ വഴി നോക്കി തിരിച്ചുപോയി. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. പിന്നെ നഗരത്തിൽ നിന്നും പൂനം എന്ന് പേരുള്ള ഒരു പെണ്ണ് ഗ്രാമത്തിനകത്തേക്ക് പ്രവേശിച്ചു. പൂനം ഗ്രാമത്തിലേക്ക് വന്നതു മുതൽ ജനങ്ങൾ സിയോഗിന്റെ പാനിപൂരിയും കഴിക്കാറില്ല, പിന്നെ സമീറിന്റെ സമൂസയും കഴിക്കാറില്ല. ഒരു ദിവസം അവർ രണ്ടുപേരും വീണ്ടും വഴിയിൽ കണ്ടുമുട്ടി. ചേട്ടാ സുയോഗ്, നിങ്ങളുടെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പൊ എന്ത് പറയാനാ സമീർ, ഇപ്പോഴൊക്കെ പാനിപൂരി കഴിക്കാൻ ആരും വരുന്നില്ല. പെട്ടെന്ന് എന്റെ കച്ചവടം എങ്ങനെയാ കുറഞ്ഞെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യാമോന്നും അറിയില്ല. എനിക്ക് അങ്ങനെ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ, ഏതോ ഒരു പൂനം എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഈ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടോ അല്ലേ? അവരേതോ പുതിയ പലഹാരം ഉണ്ടാക്കിയിട്ട് ഗ്രാമത്തിൽ വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നാ വാ, നമുക്ക് എന്താ പോയി നോക്കാം. സമീറും സിയോഗും ചേർന്ന് പൂനമിന്റെ കടയിലേക്ക് പോയി. അവർ ചെന്ന് നോക്കിയപ്പോൾ പൂനം നല്ല റൗണ്ട് ആകൃതിയിലുള്ള എന്തോ ഒരു മിഠായി ചെയ്ത് വിൽക്കുകയായിരുന്നു. പൂനം മാഡം, നിങ്ങൾ എന്താ റൗണ്ട് ആയിട്ട് എന്തോ വിറ്റോണ്ടിരിക്കുന്നുണ്ടല്ലോ? ഇതാണ് മോമോസ്, അറിയില്ലേ? ഞാനിത് നഗരത്തിൽ ചെന്ന് പഠിച്ചിട്ട് വന്നതാണ്. ഞാൻ എപ്പോൾ എന്റെ കട തുറന്നോ അപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം എന്റെ കടയിലേക്ക് വന്ന് ഈ മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഗ്രാമത്തിൽ ആരും സമൂസയും പാനിപൂരിയും കഴിക്കുകയേ ഇല്ല. നിങ്ങൾ ഈ ഗ്രാമത്തിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഗ്രാമത്തിൽ മര്യാദയ്ക്ക് ഈ മോമോസ് കട നിങ്ങൾ മൂടിയേക്കണം. നിങ്ങളുടെ ഈ മോമോസ് കട തുടങ്ങിയത് കൊണ്ടാണ് എന്റെ പാനിപൂരി കടയിൽ ആരും വരാത്തത്. അവൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഈ മോമോസ് കട തുടങ്ങിയതുകൊണ്ട് എന്റെ കടയിൽ വന്നിട്ട് ആരും സമോസവും കഴിക്കുന്നില്ല. എന്നെ കൊണ്ട് മോമോസ് വിൽക്കുന്നത് നിർത്താനാവില്ല. നിങ്ങൾ രണ്ടുപേരും ജോക്ക് അടിച്ചത് മതി. എന്നാ പോകൂ, എനിക്ക് മോമോസ് വിൽക്കാനുണ്ട്. വന്നിരിക്കുന്നു എന്നെ പേടിപ്പിക്കാൻ. ഷമീറും പിന്നെ സുയോഗും അവിടെ നിന്നും തിരിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ നിന്നും അവർ രണ്ടുപേരും സംസാരിച്ചു. എന്റെ അടുത്ത് ഒരു നല്ല സൂത്രമുണ്ട്. ആ പെണ്ണെ എങ്ങനെ ഈ നഗരത്തിൽ പോയിട്ട് മോമോസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെന്നോ അതേപോലെ തന്നെ നമ്മൾ നഗരത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വരണം.
ആ പൂനത്തിന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും തീർച്ചയായിട്ടും ഒന്നിച്ച് ചെയ്തേ പറ്റുള്ളൂ. എന്താ നീ പറയുന്നത്? ശരി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാം. സമീറും സുയോഗും നഗരത്തിനെ നോക്കി നടക്കാൻ തുടങ്ങി. അവർ പോകുന്ന വഴിയിൽ വലിയ കാടുണ്ടായിരുന്നു. അവർ ആ കാട്ടിനകത്തുകൂടി നടന്നുകൊണ്ടിരുന്നപ്പോൾ സമീർ കാല് തെറ്റി താഴേക്ക് വീണു. പിന്നെ അതൊരു വലിയ കുഴിയായിരുന്നു. എടാ സമീർ, നീ എന്തിനാ ഈ കുഴിയിൽ വീണത്? ഈ കുഴി എവിടുന്നാ വന്നത്? തീർച്ചയായിട്ടും ഏതൊരു വേട്ടക്കാരൻ ഒരു മൃഗത്തിനെ പിടിക്കാൻ വേണ്ടി ഈ കുഴി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുഴിക്കകത്തുനിന്ന് സമീർ സുയോഗിനെ വിളിച്ചു. സുയോഗ്, നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ, ഇവിടെ ഒരു പുതിയ ലോകം തന്നെ ഉണ്ട്. അവൻ ആ കുഴിക്കകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് വളരെ ഭംഗിയുള്ള ഒരു ലോകമുണ്ടായിരുന്നു. അവിടെ കണ്ണിന് കാണുന്ന ദൂരം വരെ ഒരുപാട് വെളിച്ചത്തോടെ ഉരുളക്കിഴങ്ങ് ചെടികൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഈ കാഴ്ച കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു സന്യാസി വന്നത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്ന മക്കളെ? അത് പിന്നെ ഞങ്ങൾ നഗരം നോക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയാണ്ട് ഈ കുഴിയിൽ വീണു പോയത്. ഞാൻ ഇതിന്റെ ഉള്ളിൽ താഴെ വീണപ്പോഴാണ് നോക്കിയത്, ഇതിന്റെ ഉള്ളിൽ ഒരു വലിയ ലോകം തന്നെ ഉണ്ടല്ലോ. പിന്നെ വളരെ വളരെ ദൂരം തന്നെ വലിയ ഉരുളക്കിഴങ്ങ് തോട്ടം ഉണ്ടല്ലോ. ഇതൊന്നും സാധാരണ ഉരുളക്കിഴങ്ങ് തോട്ടമല്ല. ഈ ഉരുളക്കിഴങ്ങ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തരും. ഒരു പക്ഷേ ഇതാണ് കാര്യം എന്ന് വെച്ചാൽ എനിക്കും കഴിക്കാൻ ഒരു ഉരുളക്കിഴങ്ങ് തരാൻ പറ്റുമോ? എനിക്കും ഒരു ആഗ്രഹമുണ്ട്. എനിക്കും എൻ്റെ പാനിപൂരി കട മൊത്ത ഗ്രാമം മുഴുവനും ഫേമസ് ആവണം. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സമോസ കട ഈ ഗ്രാമം മുഴുവനും നന്നായിട്ട് ഫേമസ് ആവണം. ആ മോമോസ് കാരിനെക്കാട്ടും വലുതാകണം. പക്ഷേ എനിക്ക് നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്ന ഉരുളക്കിഴങ്ങ് തരാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മറ്റൊരാളായിട്ട് നല്ല അസൂയയുണ്ട്. ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഈ ഉരുളക്കിഴങ്ങ് തരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരം വിട്ടിട്ട് ഒന്നിച്ച് ചേർന്നിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അവർ രണ്ടുപേരും മാറി മാറി നോക്കി. പിന്നെ ആ സന്യാസി പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ചു. സാധു അവർ രണ്ടുപേർക്കും ഒരു ഉരുളക്കിഴങ്ങ് രണ്ടായി മുറിച്ച് പാതി പാതി നൽകി. ഇപ്പൊ പകുതി ഉരുളക്കിഴങ്ങ് നീ കഴിക്കൂ, അതിന്റെ പകുതി നീ കഴിച്ചോളൂ. പിന്നെ ഒന്നിച്ചു ചേർന്ന് തന്നെ നിങ്ങൾ ആഗ്രഹം ചോദിച്ചോളൂ. ഞങ്ങൾ ഗ്രാമത്തിലെ രണ്ടുപേരും നന്നായിട്ട് ചേർന്നിട്ട് സമോസ പാനിപൂരി നന്നായിട്ട് വിൽക്കണം. ഉരുളക്കിഴങ്ങിനോട് ആഗ്രഹം പറഞ്ഞതും രണ്ടുപേരും വീണ്ടും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. അവരവരുടെ കടയിലേക്ക് തിരിച്ചു പോയപ്പോൾ അവർ രണ്ടുപേരുടെയും കടയുടെ നടുകിലായി ഒരു ഉരുളക്കിഴങ്ങ് ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ ഒരുപാട് ഉരുളക്കിഴങ്ങുകൾ വളർന്നിരുന്നു. ഈ ഉരുളക്കിഴങ്ങ് എങ്ങനെയാ മരത്തിൽ വളരുന്നത്? നമ്മൾ ഇന്നലെ ആഗ്രഹിച്ച വേണ്ടിയ ഫലനാണ് ഈ ഉരുളക്കിഴങ്ങ് മരം. ശരി, ഇതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് പറിക്കാം. ഞാൻ ഇതിൽ നിന്ന് സമോസ ഉണ്ടാക്കാം. പിന്നെ നീ ആ സമോസയിൽ പാനിപ്പൂരി വിൽക്കുന്ന വെള്ളം എടുത്തിട്ട് കലർന്നിട്ട് മക്കൾക്ക് നീ വിൽക്കാൻ നോക്കൂ. ഷമീർ മരത്തിലുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് സമൂസ ചെയ്തു. പിന്നെ സുയോഗ് പാനിപൂരി ചെയ്യാനായി തയ്യാർ ചെയ്തു. എല്ലാം തയ്യാറായതിനു ശേഷം അവർ രണ്ടും ഒന്നിച്ചു ചേർത്ത് സമൂസ പാനിപൂരി വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. വരൂ വരൂ, സമോസ പാനിപൂരി ഒന്ന് കഴിച്ചോളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങൾ തന്നെ വന്ന് കഴിച്ചു നോക്കൂ. അപ്പോഴാണ് അവിടേക്ക് ഒരു സ്ത്രീ നടന്നു വന്നത്. സമൂസ പാനിപൂരി, ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഒരു പ്ലേറ്റ് തരൂ നോക്കട്ടെ. സുയോഗ് സമൂസ എടുത്ത് അതിന്റെ നടുകിൽ ഒരു ഓട്ടയിട്ട് അതിൽ മധുരം പിന്നെ പാനിപൂരി വെള്ളം ഒഴിച്ച് ഒരു പ്ലേറ്റ് സമൂസ പാനിപൂരി അവർക്ക് നൽകി. അത് വാങ്ങി ആ സമൂസ പാനിപൂരി അവർ കഴിച്ചു നോക്കിയതും തന്നെ അവർ ആകെ മതി മറന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇത്രയും രുചിയുള്ള യാതൊരു സാധനവും കഴിച്ചിട്ടില്ല. ചേട്ടാ, ഇത് വളരെ രുചികരമാണ്. എനിക്ക് ഇനിയും ഒരുപാട് പ്ലേറ്റ് തരൂ. പിന്നെ 10 പ്ലേറ്റ് വീട്ടിലേക്ക് പാക്ക് ചെയ്ത് തരൂ. ശരി, ഇപ്പൊ തന്നെ തരാം. പതുക്കെ പതുക്കെ ഗ്രാമത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സമീറിന്റെയും സുയോഗിന്റെയും പാനിപൂരിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ മൊത്തം ഗ്രാമവും സമൂസ പാനിപൂരിക്ക് അടിമകളായി മാറി. അത് സിമ്രാൻ ഖണ്ഡിൽ മാത്രമല്ല, ഒരുപാട് ദൂരെയുള്ള ഗ്രാമങ്ങളിലും പ്രസിദ്ധമായി മാറി. പക്ഷെ ഒരേ ഒരാൾക്ക് മാത്രം അവരോട് അസൂയ തോന്നി. ഇപ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്റെ കടയിലേക്ക് ഇപ്പോൾ ആരും വരുന്നില്ലല്ലോ. ആരും മൊമോസ് കഴിക്കുന്നുമില്ല. എല്ലാരും സമൂസ പാനിപൂരി കഴിക്കാൻ പോകുന്നു. പിന്നെ ഈ സമൂസ പാനിപൂരി എത്ര വ്യത്യാസമായിരിക്കുന്നു. പൂനം തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് സൂരജ് ദലാൽ വന്നുകൊണ്ടിരുന്നത്. എന്തു പറ്റി പൂനം മാഡം? നിങ്ങളുടെ മോമോസ് വിൽക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇത്ര വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കാനാ?
എത്ര കഷ്ടപ്പെട്ട് ഞാൻ നഗരത്തിലേക്ക് ചെന്ന് മോമോസ് ചെയ്യാൻ പഠിച്ചുകൊണ്ടുവന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ വ്യാപാരം മൊത്തത്തിൽ നശിച്ചു പോകും. അവരുടെ രണ്ടുപേരുടെ രഹസ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ? എന്നോട് പറയൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം? എല്ലാം ഞാൻ പറയാം. ധൈര്യമായിട്ട് നിന്നോളൂ. ഞാൻ നിങ്ങൾക്ക് സഹായിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന പണം നിങ്ങൾ തന്നേ പറ്റുള്ളൂ. ശരി ശരി, തരാം. സൂരജ് പൂനത്തിന് ആ ഉരുളക്കിഴങ്ങ് മരത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടി ചേർന്ന് സമീർ പിന്നെ സിയോഗിന്റെ സമൂസ പാനിപൂരി കടയെ ആ ഗ്രാമത്തിൽ നിന്നും ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. സമയം രാത്രിയായി. സമീർ, സിയോഗ് രണ്ടുപേരും കട പൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവരവിടെ നിന്നും പോയതും തന്നെ അവിടേക്ക് പൂനമും സൂരജും വന്നു. ദേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിരുന്ന ആ മരം ഇതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഈ മരം പെട്ടെന്ന് ഒരു ദിവസം തന്നെ വളർന്നതാണ്. ഈ മരത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങ് പറിച്ചിട്ടാണ് അവര് സമോസ പാനിപൂരിയും ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ഉരുളക്കിഴങ്ങ് വിളയുന്ന മരത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇതിൽ തീർച്ചയായും എന്തോ മാന്ത്രികതയുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഇതിനെ ഇവിടെ തന്നെ നശിപ്പിച്ചു കളഞ്ഞേക്കാം. പിന്നെ നോക്കാം അവരെങ്ങനെയാണ് സമൂസ പാനിപൂരി വിൽക്കുന്നതെന്ന്. രണ്ടുപേരും ചേർന്ന് പെട്ടെന്ന് ആ മരം വെട്ടാൻ തുടങ്ങി. രണ്ടുപേരും ഒരുപാട് ക്ഷീണിച്ചു പോയി. പൂനം മാഡം, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള മരം നമുക്ക് നാളെ വെട്ടിയേക്കാം. പുലരാൻ പോവുകയാണ്. ആരെങ്കിലും നമ്മൾ വെട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു വലിയ പ്രശ്നം തന്നെ ആവും. നീ പറഞ്ഞത് ശരിയാണ്. ശരി, വാ നമുക്കിവിടെ നിന്ന് പോകാം. നാളെ വന്ന് നമ്മൾ നമ്മുടെ ജോലി ചെയ്യാം. രണ്ടുപേരും അവിടെ നിന്നും തിരിച്ചുപോയി. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചതും തന്നെ സമീറും പിന്നെ സിയോഗും അവരുടെ കട തുറക്കാനായി അവിടേക്ക് വന്നപ്പോൾ അവർ ശ്രദ്ധിച്ചു, അവരുടെ മരം പാതി വെട്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ സൂര്യന്റെ പ്രകാശം ആ മരത്തിൽ കൊണ്ടതും തന്നെ മരം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി. ഞാൻ കണ്ടത് നീ തന്നെ കണ്ടോ? ആ, ഞാനും കണ്ടിരുന്നു. ഈ മരം അത് തന്നെ എങ്ങനെ ശരിയായെന്ന് കണ്ടില്ലേ? പക്ഷെ ഈ മരം ആരാണ് വെട്ടിയിട്ടുണ്ടാവുക? അവരവരുടെ കട തുറന്നു. പിന്നെ സമൂസ പാനിപൂരി വിൽക്കാനും തുടങ്ങി. നേരം സന്ധ്യയായി. അന്ന് രാത്രിയുമായി. സമീറും സുയോഗും കട മൂടിയിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോയി. രാത്രി ഇരുട്ടായപ്പോൾ പിന്നെയും പൂനമും സൂരജും ആ മരത്തിനടുത്തേക്ക് വന്നു. അല്ല, നമ്മൾ ഈ മരം കട്ട് ചെയ്തത് കണ്ടില്ലല്ലോ. അല്ല, ഇതെങ്ങനെയാ ശരിയായത്? ഇപ്പോൾ എങ്ങനെയാ നമ്മൾ തിരിച്ചും ഇത് വെട്ടുന്നത്? നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട പൂനം മാഡം. എന്റെ അടുത്ത് ഇന്നൊരു നല്ല ഐഡിയ ഉണ്ട്. നമ്മൾ ഈ മരത്തിന് തീ അങ്ങ് വെച്ചേക്കാം. മരം ഉണ്ടായാലല്ലേ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുള്ളൂ. പൂനവും സൂരജും ഒരു തടി കഷ്ണത്തിൽ തീ കത്തിച്ചു. അവർ ആ മരത്തിൽ തീ വെച്ചതും തന്നെ എന്തു സംഭവിച്ചെന്നാൽ ആ മരത്തിന്റെ വേര് അവർ രണ്ടുപേരെയും ആ മരത്തിനകത്തേക്ക് വലിച്ചെടുത്തു. അടുത്ത ദിവസം രാവിലെ സമീറും സുയോഗും അവിടേക്ക് വന്നപ്പോൾ അവരവിടെ നോക്കിയപ്പോൾ ഒരു മരത്തിന് പകരം 3 മരം ഉണ്ടായിരുന്നു. അത്ഭുതം തന്നെ. ഇത്രയും കാലമായിട്ട് ഒരു മരം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 ഉണ്ടല്ലോ.